ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RDX ശേഷം ഷെയ്ൻ നിഗത്തിൻ്റെ തലവര തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രചരണം. അതിനു മുൻപ് കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അത് വലുതാക്കി വന്നു. അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ഷെയ്ൻ നിഗം ഷൈൻ ചെയ്ത് വളർന്നു വരുന്നത് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് ചില കാരണങ്ങൾ ചെകഞ്ഞെടുത്ത് ആ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് മലയാള സിനിമയിൽ പ്രചരണം ഉണ്ടായിരുന്നത്. ഞങ്ങളതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ അതിലൊക്കെ കുറേ ശരിയുണ്ട്. ചെറുപ്പക്കാരനാണ്, ചില പ്രശ്നങ്ങളുണ്ടാവാം. അങ്ങനെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. കാരണം ഷെയ്ൻ നിഗത്തേക്കാൾ പ്രശ്നക്കാർ മലയാള സിനിമയിലുണ്ടായിരുന്നു. അവർക്കാർക്കും ഷെയ്ൻ നിഗത്തെ പോലെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. എന്തായാലും അയാളുടെ സമയം തെളിഞ്ഞു എന്നാണ് പലരും പറഞ്ഞത്. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. RDX പോലുള്ള സിനിമകൾ വന്നു. ആ സിനിമ വിചാരിക്കാത്ത പേരും പ്രശസ്തിയും കളക്ഷനും നേടിക്കൊടുത്തു. അതിനെ തുടർന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലേക്ക് ഷെയ്ൻ നിഗം ക്ഷണിക്കപ്പെട്ടു. ഹിന്ദി ഏവരുടെയും സ്വപ്നമാണ്. പക്ഷെ പെട്ടെന്ന് ഹിന്ദിയിലേക്ക് ചാടി കയറിപ്പോയാൽ അവിടെ അംഗീകാരം ലഭിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു. കാരണം മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്ന് പോയ പ്രശസ്തർ, അതായത് കമലഹാസൻ അടക്കമുള്ളവർ, യേശുദാസ് അടക്കമുള്ളവർ, അവർ പ്രതിഭ തെളിയിച്ചിട്ട് പോലും അവിടെയൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയദർശൻ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സിനിമകൾ ചെയ്തു തീർത്തുകൊണ്ടാണ് ഒരുവിധം അവിടെ പിടിച്ചു നിന്നതും ഹിന്ദിക്കാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞതും. പക്ഷേ ഷെയ്നെ പോലുള്ള ചെറുപ്പക്കാരൻ അവിടെ ചെന്നാൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊരു ചിന്ത വീട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉണ്ടായി. അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് എന്താ, ഹിന്ദി വേണ്ടെന്ന് വയ്ക്കണ്ട, ആദ്യം തമിഴ്, തെലുങ്ക്, മലയാളം ഇതെല്ലാം തൽക്കാലം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് തമിഴിൽ നിന്ന് ഒരു പ്രൊഡ്യൂസർ വന്നത്. RDXൻ്റെ വീക്ഷണത്തോടെയാണ് അവർ ഈ ഷെയ്ൻ നിഗത്തെ കണ്ടത്. ഷെയ്ൻ നിഗവുമായി സംസാരിക്കുന്നു. പക്ഷേ ആ സംസാരിക്കുമ്പോൾ തന്നെ ഈ നിർമ്മാതാക്കൾ ഷെയ്ൻ നിഗത്തെയാണ് നായകനാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് പലരും ഉപദേശിച്ചു, വെറുതെ തലവേദന പിടിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല, ആ ചെറുപ്പക്കാരൻ പ്രശ്നമാണ് എന്ന് വീണ്ടും പറയുകയും ചെയ്തു. അത് സാരമില്ല, നേരിട്ട് സംസാരിക്കട്ടെ എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത്. നേരിട്ട് സംസാരിച്ചു. കാര്യഗൗരവത്തോടെ പക്വതയോടെ ഷെയ്ൻ സംസാരിച്ചു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രൊഡ്യൂസറോടും പ്രൊഡ്യൂസർക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നോടും തുറന്നു പറഞ്ഞുണ്ടായി. അങ്ങനെയാണ് അവർ ധാരണയിലെത്തിയത്. സിനിമയ്ക്ക് പേരിട്ടു മദ്രാസുകാരൻ. മദ്രാസുകാരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു വെറൈറ്റി സിനിമയായിരിക്കുമെന്നുള്ളത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഷെയ്ൻ നിഗത്തിന് തമിഴ്നാട്ടിൽ എത്ര കാലം പിടിച്ച് നിൽക്കാൻ കഴിയും? കാരണം അവിടെയൊക്കെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചെറുപ്പക്കാരൊന്നുമല്ല, വളരെ പക്വതയുള്ള പ്രശസ്തരാണ്. അപ്പോൾ ചെറുപ്പക്കാരനായ ഒരു മലയാളിക്ക് അവിടെ എങ്ങനെ ഷൈൻ ചെയ്യാൻ കഴിയും? അതിന് ഷെയ്ൻ പറഞ്ഞത്, ഇത്ര കാലം ഒരു ഭാഷകളിലും അഭിനയിക്കാമെന്ന് ഏറ്റിട്ടില്ല, എത്ര കാലം എന്നെ അവർ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ തന്നെ ഞാൻ പ്രശ്നക്കാരനായിരുന്നല്ലോ. എന്തായാലും ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് ആദ്യം ചെയ്തു നോക്കാം. അത് കഴിഞ്ഞ് എനിക്ക് മലയാളത്തിൽ തന്നെ ധാരാളം സിനിമകളുണ്ട്. അങ്ങനെയാണ് തമിഴ് സിനിമയിൽ നായകനായി ഷെയ്ൻ നിഗം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് മലയാളത്തിൽ കുറേ സിനിമകളുണ്ടെന്ന് ആലോചിക്കണം. മലയാളത്തിലെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് പ്രശസ്ത നിർമ്മാതാവായ സാന്ദ്ര തോമസിനാണ്. സാന്ദ്ര തോമസ് നടി കൂടിയാണ്. മുൻപ് അവർ പാർട്ട്ണർഷിപ്പിൽ സിനിമകൾ ചെയ്തിരുന്നു. അതൊരു നടൻ കൂടിയായിരുന്നു. അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നു. തെറ്റിപ്പിരിഞ്ഞു. മാത്രമല്ല സാന്ദ്ര തോമസിൻ്റെ പടങ്ങളിൽ ഇടപെടുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നൊരു പ്രചരണം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പല കാരണങ്ങളാണ് അവരതിന് പറയുന്നത്. ആ കാരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ അവിടെ 3 പ്രണയ കഥകൾ ഉള്ള സിനിമയിൽ ഷെയ്ൻ നിഗം നായകനാണ്.
ആ ഷെയ്ൻ നിഗം സാന്ദ്ര തോമസിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പലരും ചിരിച്ചു. ആ ചെറുപ്പക്കാരൻ കളി പഠിക്കും. അവൻ മുമ്പൊക്കെ മലയാള സിനിമയിൽ ഒരു വാചകം അടിച്ചിരുന്നു, പല നിർമ്മാതാക്കളെയും വെള്ളം കുടിപ്പിച്ചവനാണ്, ഇത്തവണ അവൻ ശരിക്കും വെള്ളം കുടിക്കും. അവിടെ ശരിയാണ് പറഞ്ഞത്. കാരണം സാന്ദ്ര തോമസ് നല്ല നിർമ്മാതാവാണ്. തൻ്റെ സിനിമയിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അവർ വാദിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് പ്രശസ്തനായൊരു സംവിധായകനെ കണ്ടു. ആ സംവിധായകനെ വെച്ച് സാന്ദ്ര തോമസ് സിനിമ എടുക്കാൻ അഡ്വാൻസും കൊടുത്തതാണ്. സിനിമയുടെ ഡിസ്കഷൻ ഇരുന്നപ്പോൾ ആ സംവിധായകൻ സാധാരണ സ്വന്തമായി രചന നടത്തി സംവിധാനം ചെയ്യുന്ന ആളാണത്. അപ്പോൾ കുറേ നിർദ്ദേശങ്ങൾ സാന്ദ്ര തോമസ് കൊടുക്കുകയുണ്ടായി. അത് കേട്ട് ഈ സംവിധായകൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്ത് അവരെ തിരിച്ചയച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലതുണ്ടായിരിക്കും. ആ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് ഷെയ്ൻ നിഗം അഭിനയിക്കാൻ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? വേറെ ഒന്നുകൊണ്ടൊന്നുമല്ല, അവർ നല്ല നിർമ്മാതാവാണ്, പക്ഷെ സൂക്ഷിച്ചും കണ്ടും നിൽക്കണമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ ഈ ചെറുപ്പത്തിൻ്റെ അയാൾ സ്വഭാവം വെച്ചുകൊണ്ട് രണ്ടു പേർക്കും ഈഗോ ഉണ്ടാവുക സ്വാഭാവികമാണ്. നടൻ എന്ന നിലയിൽ ഷെയ്ൻ നിഗത്തിന് ഈഗോ ഉണ്ടാവാം, പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് സാന്ദ്രയ്ക്കും ഈഗോ ഉണ്ടാവാം. അപ്പോൾ ആ രണ്ട് ഈഗോ തമ്മിൽ കൂടി ചേരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വീണ്ടും പഴയതുപോലെ ഷെയ്ൻ നിഗം കുറ്റക്കാരാണെന്ന് പറയും. കാരണം സാന്ദ്രയ്ക്ക് നിർമ്മാതാക്കളുടെ സംഘടന പിന്തുണ കൊടുക്കും. ഷെയ്ൻ നിഗത്തിന് താൻ അഭിനയിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ പിന്തുണ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചെറുപ്പക്കാരൻ വീണ്ടും വിവാദത്തിൽ ഏർപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ വിവാദത്തിൽ ഏർപ്പെടണോ? അങ്ങനെ ഒരു ചോദ്യം പലരും ചോദിക്കുന്നു. പക്ഷേ ഷെയ്ൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെക്കുറിച്ച് പലതും പറഞ്ഞിരുന്നു, എനിക്കറിയാം അതിലൊന്നും സത്യമില്ല എന്നുള്ളത്. അപ്പോൾ ആ സത്യമില്ലാത്ത കാര്യത്തിൽ എന്നെ ക്രൂശിലേറ്റുമ്പോൾ സാന്ദ്രമായിട്ടുള്ള പടം ചെയ്യുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവർ പറയുന്നു. പക്ഷേ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ അറിയാം. ഞാൻ പഴയ ഷെയ്ൻ നിഗമല്ല, പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്നെ ഒറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും ഒരു വിഭാഗം ശ്രമിക്കുമ്പോൾ ഞാൻ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒറ്റപ്പെടാതിരിക്കാനും ഔട്ടാകാതിരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗം നോക്കുമ്പോൾ നിർമ്മാതാവിൻ്റെ ഭാഗം പറയാനുണ്ടായിരിക്കാം, നടൻ്റെ ഭാഗം പറയാനുണ്ടായിരിക്കാം. രണ്ട് കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്താൽ പ്രശ്നം തീരില്ലേ എന്നാണ് ഷെയ്ൻ ചോദിച്ചത്. അത്രമാത്രം ഷെയ്ൻ വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ പരാജയം ഉണ്ടാകില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന പോലെ പലരും ഷെയ്ൻ നിഗത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ആ ചെറുപ്പക്കാരന് വീഴ്ച? എവിടെയാണ് ചെറുപ്പക്കാരന് പതർച്ച? അല്ലെങ്കിൽ എവിടെയാണ് ചെറുപ്പം രോഷാകുലനാകുന്നത്? അല്ലെങ്കിൽ അവൻ പ്രതിഫലത്തിന് വേണ്ടി വാദിക്കുന്നത്? അതല്ലെങ്കിൽ ലൊക്കേഷനിൽ കൃത്യമായിട്ട് വരാതിരിക്കുന്നത്? ഇങ്ങനെ ചില കാര്യങ്ങൾ നോക്കാൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും എന്നുള്ളതാണ്. അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് ഷെയ്ൻ നിഗം പറയുകയാണ്, ഇനി ആ ചോറ് ഈ കലത്തിൽ വേവില്ല. ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു, ജീവിതം പഠിച്ചിരിക്കുന്നു, സിനിമ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പക്വതയെത്തിയ ഒരു ചെറുപ്പക്കാരനായി നടനായി ഞാൻ മാറിക്കഴിഞ്ഞു എന്നാണ് ഷെയ്ൻ പറയുന്നത്. എങ്കിൽ നല്ലത്.